ഈ കോമിക് ബുക്ക് സിനിമയുടെ കഥാഗതിയെ മനസ്സിലാക്കി തരുന്നതിനുള്ള ഒരു ആമുഖം മാത്രമാണ്. ഈ സിനിമയിലെ രംഗങ്ങൾ, കഥാപാത്രങ്ങൾ, ദൃശ്യാവിഷ്കാരങ്ങൾ എന്നിവ വളരെ വൈവിധ്യമാർന്നതാണ്. ഈ സിനിമയുടെ അതിവിശാലമായ ദൃശ്യഭംഗി ഓരോരുത്തരിലും അത്ഭുതമുളവാക്കുന്നവയാണ്. തിയേറ്ററിൽ എത്തുന്നതിന് മുൻപ് കണ്ണപ്പയുടെ കഥയെക്കുറിച്ച് പ്രേക്ഷകരിൽ അവഗാഹമുണ്ടാക്കുക മാത്രമാണ് ഞങ്ങളുടെ ഈ ശ്രമത്തിന്റെ ഉദ്ദേശം. വായുലിംഗം മോഷ്ടിക്കാൻ വന്ന കാലമുഖനും അവന്റെ അതിശക്തമായ സൈന്യത്തിനും പൊതപ്പിനാട് വനത്തിലെ 5 ഗോത്രങ്ങളിൽ നിന്നും പ്രതിരോധമേൽക്കേണ്ടി വന്നു. രണക്കളത്തിലേക്കിറങ്ങിയ തിന്നൻ കാലമുഖനെ അതിശക്തമായി എതിർത്ത് ധീരോചിതമായി പോരാടി. നമ്മുടെ ശത്രുക്കളെയെല്ലാം കൊന്ന് ഞാൻ പ്രതികാരം തീർത്തു. പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടവരാരും അതുകൊണ്ട് തിരികെ വരില്ലല്ലോ. തിന്നന്റെ വീടിന് പുറത്ത് നെമലി ശിവപൂജ നടത്തുന്നു. എനിക്ക് വിശക്കുന്നു നെമലി, എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കിത്താ. ഇന്ന് മഹാശിവരാത്രിയാണ് തിന്ന, ഒന്നും കഴിക്കാൻ പാടില്ല. നീ പായസം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണല്ലോ, എന്നിട്ട് പറയുന്നത് കഴിക്കാൻ പാടില്ലാന്ന്. അപ്പോൾ നെമലി പായസപാത്രം തള്ളി നീക്കി. എന്തൊരു അഹങ്കാരവാ! ഞാൻ ഇപ്പൊ തന്നെ കാട്ടിപ്പോയി ഒരു മാനിനെ പിടിച്ചോണ്ട് വരാം. അത് നമുക്ക് 2 പേർക്കും കൂടി കഴിക്കാം. ചെല്ല് ചെല്ല്, ശിവന്റെ ആജ്ഞയില്ലാതെ ഒരു ഉറുമ്പിനെ പോലും നിനക്ക് കിട്ടില്ല. തിന്നൻ തന്റെ വില്ല് മാനിലേക്ക് ലക്ഷ്യം വച്ചു. തിന്നന് ഒന്നും കണ്ടെത്താനായില്ല. തിന്നൻ സ്വർണമുഖി നദിക്കക്കരെ ഒരു വരാഹത്തെ കണ്ടു. സ്വർണമുഖി നദി നീന്തി തിന്നൻ അവസാനം ആ നദിക്കക്കരെ എത്തിച്ചേർന്നു. വരാഹത്തെ പിന്തുടർന്ന തിന്നൻ വിഭൂതി കൂമ്പാരത്തിൽ വീഴുകയും ചെയ്തു. തിന്നനു മുന്നിൽ വായുലിംഗം പ്രത്യക്ഷപ്പെട്ടു. നെമലി തന്റെ വീടിന്റെ ചുമരിൽ വായുലിംഗത്തിന്റെ ചിത്രം വരയ്ക്കുന്നു. നെമലി പറഞ്ഞ വായുലിംഗം ഇതാണോ? തിന്നൻ നെമലി എന്ന് വിളിച്ച് കാട്ടിലൂടെ അലയുന്നു. നെമലി, നെമലി! ഇതാ നീ കാണണമെന്ന് പറഞ്ഞ വായുലിംഗം. നമുക്കിതിനെ വീട്ടിലേക്ക് കൊണ്ടുപോയാ നിന്റെ ഇഷ്ടം പോലെ പൂജിക്കാലോ. തിന്നൻ വായുലിംഗത്തെ മുറുകെ പിടിച്ച് അതിനെ അവിടെ നിന്നും ഉയർത്താൻ ശ്രമിച്ചു. തുടർന്ന് നെമലി തിന്നന്റെ കൈ വലിച്ചു മാറ്റി. അപ്പോൾ തിന്നൻ തിരിഞ്ഞ് വായുലിംഗത്തെ നോക്കി. വായുലിംഗത്തെ സ്പർശിച്ചതു മുതൽ തിന്നൻ എല്ലാ വസ്തുക്കളിലും ശിവലിംഗത്തെ കാണാൻ തുടങ്ങി. ഒരു അരിയുണ്ടയിൽ പോലും അവൻ ശിവലിംഗത്തെ കണ്ടു. തിന്നൻ തന്റെ വായ കൊണ്ട് വായുലിംഗത്തിലേക്ക് വെള്ളമൊഴിച്ചു. കാട്ടുപൂക്കളും ഇലകളും കൊണ്ട് വായുലിംഗത്തെ മൂടി. കൂടാതെ ഇലകളിൽ കൊണ്ടുവന്ന മാംസം വായുലിംഗത്തിന് നിവേദ്യമായി സമർപ്പിച്ചു. കഴിക്ക് ശിവനെ, നല്ല ഇളം മുയലിന്റെ മാംസമാണ്. ദേ, ഞാൻ തേനിലും മുക്കിയിട്ടുണ്ട്. അങ്ങനെ അവൻ മാംസകഷ്ണം വായുലിംഗത്തിലേക്ക് വച്ചപ്പോൾ മഹാദേവശാസ്ത്രിയുടെ കണ്ണുകൾ കോപം കൊണ്ട് ജ്വലിച്ചു. പരിപാവനമായ സ്ഥലത്ത് വെച്ച് ശിവഭഗവാന് മാംസം നൽകുന്നു. നീ പുണ്യസ്ഥലത്തെ കളങ്കപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ എന്റെ ശിവന് നൽകുന്നത് എനിക്ക് വിലപ്പെട്ടതാണ്. അതിലെന്താണ് തെറ്റുള്ളത് സ്വാമി? ഈ മഹാപാപത്തിനുള്ള ശിക്ഷ നീ അനുഭവിച്ചേ മതിയാകൂ. കമ്പ! അദ്ദേഹം ആക്രോശിച്ചു. തിന്നനെ കമ്പയുടെ അനുയായികൾ ചാട്ടവാറുകൊണ്ട് അടിക്കുകയായിരുന്നു. ഇത് കണ്ട് നെമലി കരയാൻ തുടങ്ങി. ശിവനെ! വായുലിംഗത്തിൽ 2 കണ്ണുകൾ പ്രത്യക്ഷപ്പെട്ടു. അതിലൊരു കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകാൻ തുടങ്ങി. എന്റെ ശിവന്റെ കണ്ണിൽ കണ്ണീരോ? തിന്നൻ തന്നെ തല്ലുന്നവരെ തള്ളിമാറ്റി വായുലിംഗത്തിന്റെ അടുത്തേക്ക് ഓടി. അപ്പോൾ വായുലിംഗത്തിന്റെ ഒരു കണ്ണിൽ നിന്നും രക്തമൊഴുകാൻ തുടങ്ങി. എന്താ സംഭവിച്ചത് ശിവനെ? എന്ത് ദുഃഖമാണ് ഇപ്പോൾ അങ്ങക്ക്? ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അന്ന് ഗണപതിക്ക് തലയ്ക്ക് പകരമായി ആനയുടെ തല വെച്ചില്ലേ? അങ്ങയുടെ കണ്ണിന് പകരം എന്റെ കണ്ണ് തരാം. തിന്നൻ തന്റെ ഒരു കണ്ണ് ചൂഴ്ന്നെടുത്ത് വായുലിംഗത്തിലെ രക്തമൊഴുകിയ കണ്ണിന് പകരം വച്ചു. ത്തിന്റെ 2ാമത്തെ കണ്ണിൽ നിന്നും രക്തമൊഴുകി. ഇത് കണ്ട് നെമലി ബോധരഹിതയായി. മഹാദേവശാസ്ത്രിയാകട്ടെ നിശ്ചേഷ്ടനായി നിന്നുപോയി. സാരമില്ല ശിവനെ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലേ. തിന്നൻ തന്റെ 2ാമത്തെ കണ്ണിന് സമീപം അമ്പുവച്ചു. വായുലിംഗത്തിലെ രക്തമൊഴുകിയ ആ 2ാമത്തെ കണ്ണിലേക്ക് തന്റെ കാലിലെ പെരുവിരൽ അടയാളമായി വയ്ക്കുകയും ചെയ്തു. കോപിക്കരുത്, കാലിങ്ങനെ ഒന്ന് വെച്ചിട്ട് ഞാൻ എടുത്തോളാം. വായുലിംഗത്തിന് തിന്നൻ തന്റെ 2 കണ്ണുകളും സമർപ്പിച്ച് ബോധരഹിതനായി വീണു. പെട്ടെന്ന് വായുലിംഗത്തിൽ നിന്ന് ശിവപാർവതിമാർ പ്രത്യക്ഷപ്പെട്ടു. അവരുടെ അനുഗ്രഹത്താൽ 2 കണ്ണുകളും തിരിച്ചു കിട്ടിയ തിന്നൻ ശിവപാർവതിമാരെ നമസ്കരിച്ചു. തിന്ന, നിന്റെ ജന്മം ധന്യമായിരിക്കുന്നു. ഈ മുക്കണ്ണന് കണ്ണുകൾ നൽകിയ നിന്റെ പേര് ഇന്നു മുതൽ കണ്ണപ്പൻ എന്ന്. നീ ഇന്നു മുതൽ എന്നും എന്റെ ഹൃദയത്തിൽ ജീവിക്കും. നിന്റെ ദേവാലയത്തിന്റെ സ്ഥാനം
എന്റെ ക്ഷേത്രത്തിന് മുകളിലായിരിക്കും. ഒരു ഭക്തന്റെ സമർപ്പണമെന്നും ഒരു ദേവതയുടെ ശക്തിയേക്കാൾ വലുതായിരിക്കും. ശ്രീ കാളഹസ്തി ക്ഷേത്രം, കണ്ണപ്പ ക്ഷേത്രം, വായുലിംഗേശ്വരന്റെ ജ്ഞാനപ്രസൂനാംബികാ ക്ഷേത്രം. വായുലിംഗത്തിൽ നിന്നുള്ള ഈശ്വരവചനങ്ങൾ ഇങ്ങനെ പറയുന്നു: കാളഹസ്തിയിൽ പരമശിവനെ ദർശിക്കുന്നതിന് മുൻപ് ഭക്തർ ഭക്തകണ്ണപ്പനെ ദർശിച്ചിരിക്കണം. കണ്ണപ്പ നയനാർ ചരിത്രം അവാച്യവും ആദർശനീയവുമാണ്. ശിവം.